നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സന്ദേശത്തിലൂടെ നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരുന്ന ശുഭകാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇതിൽ നിന്നും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് മാച്ചായി തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്തവ വിട്ടുകളയുക. അപ്പോൾ എന്തെല്ലാം ശുഭകാര്യങ്ങളാണ് വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ചിലത് അവസാനിക്കാൻ പോവുകയാണ്. അതിൽ നിന്നും ഒരു പുതിയ തുടക്കം ഉണ്ടാവാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് പല വിധത്തിലുള്ള കുറ്റബോധം നിങ്ങളിൽ പലരിലും നിലനിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആരോടെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ പറയുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. അതിൽ നിന്ന് വളരെയധികം പശ്ചാത്താപം നിങ്ങൾക്ക് ഉണ്ടായിട്ടുമുണ്ടാവാം. കുറ്റബോധത്താൽ നിങ്ങളുടെ സമാധാനമൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ അവിടെ നിങ്ങളിലേക്ക് ഒരു അവസരം വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് പറ്റിയ ആ ഒരു തെറ്റ് തിരുത്താനുള്ള അവസരം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്കൊക്കെ ഒരു അവസാനം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ നിലനിൽക്കുന്ന ആ ഒരു പ്രതികൂല സാഹചര്യങ്ങൾക്ക് ഒരു അവസാനം വന്നു ചേരുന്നുണ്ട്. അതിൽ നിന്നും പുതിയൊരു തുടക്കത്തിലേക്കും നിങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. നിങ്ങളിപ്പോൾ നേരിടുന്നത് എന്ത് കാര്യമായാലും, ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളായാലും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിലുള്ള പ്രശ്നങ്ങളായാലും, അതുപോലെ തന്നെ ഏതെങ്കിലും വ്യക്തികൾ മുഖേന, സാഹചര്യങ്ങൾ മുഖേനയൊക്കെ നിങ്ങൾ നേരിടുന്ന സങ്കടങ്ങളിൽ നിന്നും ഒരു മാറ്റത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ള സമയം ആയിരിക്കുന്നു എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതുതന്നെയാണ്. കാരണം ചില സങ്കടങ്ങൾ അവസാനിക്കുമ്പോൾ അവിടെ മറ്റു ചില സന്തോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം, ഭാഗ്യം ഇവയൊക്കെ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും മനഃശാന്തിയും സന്തോഷവും ഒക്കെ നിറയുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട്. നിങ്ങളിൽ പല ആളുകൾക്കും സ്വതന്ത്രമായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ അവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉള്ളത്. ഇപ്പോൾ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യണമെങ്കിൽ മറ്റുള്ളവരുടെ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥ നിങ്ങളിൽ പലർക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ സ്വാതന്ത്ര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് തീർച്ചയായിട്ടും മറ്റുള്ളവർ നിങ്ങൾക്ക് അനുവദിച്ചു തരുന്ന ഒരു സ്വാതന്ത്ര്യം തന്നെയാണ്. പല കാര്യങ്ങളിലും സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനൊക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് അനുവദിച്ച് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വളരെയധികം ചിന്താശേഷിയുള്ള ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഏത് കാര്യമായാലും അതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിച്ച് കൂട്ടുന്ന ആളുകളാണ് നിങ്ങൾ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ആ ഒരു ബന്ധത്തിൽ നിങ്ങൾ വളരെയധികം സങ്കടപ്പെടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഒരുപക്ഷെ വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ള ഒരു സമീപനമായിരിക്കാം ആ ഒരു ബന്ധത്തിന് നിങ്ങൾ നൽകിയിരുന്നത്. ഇപ്പോൾ സ്നേഹമായാലും വിശ്വാസമായാലും അത് സത്യസന്ധമായിട്ട് ആ ഒരു ബന്ധത്തിന് നിങ്ങൾ നൽകിയിട്ടുണ്ടാവാം. പക്ഷേ തിരിച്ച് നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു സമീപനം ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ അവർ നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവാം. പക്ഷേ നിങ്ങൾക്കിടയിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമായിട്ട് കാണുന്നത് ആ ഒരു ബന്ധം ഒരിക്കലും നിങ്ങൾക്ക് നല്ലത് കൊണ്ടു നൽകില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെയുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇനി മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ആ ഒരു വ്യക്തി കൂടുതൽ സങ്കടങ്ങൾ നിങ്ങൾക്ക് തന്നേക്കാം. അതിനാൽ തന്നെ നിങ്ങൾക്കും ആ ഒരു ബന്ധത്തിനും ഒരു വിലയും നൽകാതെ
നിങ്ങൾക്ക് വളരെയധികം സങ്കടങ്ങൾ നൽകുന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനിയും വളരെ ദൂരം മുന്നോട്ട് പോവേണ്ട വ്യക്തികളാണ് നിങ്ങൾ. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള സങ്കടങ്ങളിൽ നിന്നും നിങ്ങൾ സ്വയം പുറത്തേക്ക് വരേണ്ടതാണ്. യാഥാർത്ഥ്യവുമായിട്ടൊക്കെ പൊരുത്തപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വലിയ സന്തോഷങ്ങൾ വന്നു ചേരുന്നുണ്ട്. പുതിയ തുടക്കങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അല്ലെങ്കിൽ നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സങ്കടപ്പെടാതെ അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തേക്ക് വരേണ്ടതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതാണ്. നിങ്ങൾ വളരെ സത്യസന്ധരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തികളിലെല്ലാം തന്നെ സത്യസന്ധത പുലർത്താൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഈശ്വരൻ്റെ അനുഗ്രഹവും നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ തിരിച്ചറിവുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളിലും ഒരു തിരിച്ചറിവ്, ഒരു വ്യക്തതയൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. നിങ്ങളോടൊപ്പമുള്ള, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള പല സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും മടി, അലസതയൊക്കെ നിങ്ങളിൽ കടന്നു കൂടുന്നുണ്ട്. ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു പ്രവണത നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ സ്വയം മാറ്റിയെടുക്കേണ്ടതാണ്. ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ അതാത് സമയത്ത് കൃത്യമായിട്ട് തന്നെ ചെയ്തു തീർക്കേണ്ടതാണ്. അതുപോലെ തന്നെ കുടുംബവുമായിട്ട് വളരെയധികം ആത്മബന്ധം നിലനിർത്തുന്ന ആളുകളാണ് നിങ്ങളെന്ന് പറയാം. ഇപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നവരെ, നിങ്ങളെ പരിഗണിക്കുന്നവരെയൊക്കെ തിരിച്ചും സ്നേഹിക്കാനും അവർക്ക് വേണ്ടി സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും ഒരു വലിയ മനസ്സാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന സങ്കടങ്ങൾക്ക്, പ്രതിസന്ധികൾക്കൊക്കെ ഒരു അവസാനം ഉണ്ടാവാൻ പോവുകയാണ്. അതിൽ നിന്നും ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു അന്തരീക്ഷത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. പല കാര്യങ്ങളിലും പുതിയ തുടക്കം തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. പ്രാർത്ഥനയ്ക്ക് ജീവിതത്തിൽ വളരെ വലിയ പ്രാധാന്യം നൽകുക. നല്ലത് വന്നു ചേരുമെന്ന ശുഭപ്രതീക്ഷ എപ്പോഴും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.